നിരീക്ഷണ ക്യാമറകൾ മോഷണം പോയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. എന്നാൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ അന്വേഷണം ആരംഭിക്കാനുള്ള CCTV ക്യാമറ ശേഖരങ്ങൾ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. 2 മാസക്കാലമായി ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്നായിരുന്നു പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. നിരീക്ഷണ ക്യാമറകൾ മോഷണം പോയതിലാണ് വണ്ടിപ്പെരിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. മാലിന്യങ്ങൾ തള്ളുന്നത് തടയുന്നതിനായി പഞ്ചായത്ത് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ അണ്ണൻ തമ്പി മരത്തിന് സമീപം സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയാണ് ആദ്യം പോയത്. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞ് കക്കിക്കവലിൽ സ്ഥാപിച്ച ക്യാമറയും മോഷണം പോയി. എന്നാൽ അധികൃതർ അറിയുന്നതാകട്ടെ 2 ദിവസങ്ങൾക്ക് ശേഷമാണ്. അതിനുശേഷമാണ് പോലീസിൽ പോലും പരാതി നൽകിയത്. പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിരിക്കുന്ന ചിത്രങ്ങളുടെ ശേഖരണങ്ങൾ പോലീസ് പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് അധികൃതർ പറയുന്നത് 2 മാസമായി നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്ന. ഈ വിവരങ്ങൾ പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധിക്കാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. പഞ്ചായത്തിന്റെ ടൗൺ ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ വഴിയരികിൽ തള്ളുന്നത് പതിവായിരുന്നു. ഇത് തടയുന്നതിനായി പഞ്ചായത്ത് ഭരണസമിതി ലക്ഷങ്ങൾ മുടക്കിയാണ് 2 വർഷങ്ങൾക്ക് മുൻപ് വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. അതോടെ പൊതുസ്ഥലങ്ങളിലും റോഡരികിലും മാലിന്യങ്ങൾ തള്ളുന്നത് ഒരു പരിധിവരെ കുറയുകയും ചെയ്തിരുന്നു. കൂടാതെ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിച്ചിരുന്ന സമയങ്ങളിൽ പോലീസ് പല കേസുകളിലും തുമ്പ് ലഭിച്ചിരുന്നത് ഈ CCTV ക്യാമറകളിൽ നിന്നായിരുന്നു. അതിനാൽ തന്നെ നിരീക്ഷണ ക്യാമറകൾ മോഷണം പോയതിന്റെ പിന്നാലെ ദുരൂഹതയും വർദ്ധിക്കുന്നുണ്ട്. എന്തായാലും നിരീക്ഷണ ക്യാമറകൾ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.